എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. തേങ്ങയും ഉള്ളിയും ചേർക്കാതെയാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. തേങ്ങയും ഉള്ളിയും ചേർക്കുന്നില്ലെങ്കിലും നല്ല രുചിയായിട്ടാണ് ഈ മോരുകറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ 1/2 ലിറ്റർ തൈര് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഉലുവ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രുചി വരും. ആവശ്യത്തിന് കടുക്, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു ചീനച്ചട്ടിയിലാണ് ഇവിടെ മോരുകറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവായും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നല്ല എരിവുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടും. ഇനി ഇതിലേക്ക് വെള്ളവും കൂട്ടി മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. വെള്ളം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ തീ കത്തിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ മോരുകറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൂടുതൽ ടേസ്റ്റ്. ഉലുവായുടെയും ജീരകത്തിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ മോരുകറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കത്തിച്ചു കൊടുക്കാം. 2 മിനിറ്റ് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മോരുകറി റെഡിയായിട്ട് കിട്ടും. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കണും കൂടെ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ പുതിയ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.